ആദ്യ OTT അപ്ഡേറ്റ് കോൺ സിറ്റി എന്ന സിനിമേന്റെ തന്നെയാണ്. നമ്മുടെ അർജുൻ ദാസ്, യോഗി ബാബു, അന്നാബെൻ എന്നിവർ അഭിനയിച്ച നമ്മുടെ കോൺ സിറ്റി സിനിമേന്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. ജൂലൈ 24-ാം തീയതിയാണ് പടം OTT റിലീസ്. അതും തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലെ സിനിമ OTT റിലീസിൽ പോവുകയാണ്. തിയേറ്ററുകളിലെ സിനിമയ്ക്ക് നല്ലൊരു ഹിറ്റായ ഒരു ബോക്സ് ഓഫീസാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു ഹോളിവുഡ് സിനിമേന്റെയാണ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾ കൊച്ചി ടിവിയിൽ കണ്ട ഹീമാൻ എന്ന സിനിമയിൽ ലൈവ് ആക്ഷൻ ആണ്. എന്തായാലും ആമസോൺ പ്രൈമില് ജൂലൈ 22-ാം തീയതി ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷയിലെ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. മലയാളം അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിലായിരിക്കും മലയാളം ഡബ്ബിംഗ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീ ഡിറ്റക്റ്റീവ് കണ്ടതാണ്. കിടു ക്വാളിറ്റിയാണ് ഡബ്ബിംഗ് ഒക്കെ. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച നമ്മുടെ സീക്രട്ട് ഓഫ് കലിംഗ സിനിമേന്റെയാണ്. മലയാളം പകർപ്പാണ് സിനിമേന്റെ OTT അവകാശം മേടിച്ചത് നമ്മുടെ സൺനെക്സ്റ്റിൽ ഈ വരുന്ന ജൂലൈ 24-ാം തീയതി സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ OTT റിലീസിൽ പോവുകയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ മറ്റൊരു അമിട്ട് ബോംബാണ് പൊട്ടിച്ചത്. എന്തായാലും തിയേറ്ററുകളിൽ നിന്ന് വേഗം തന്നെ സിനിമ വാഷ് ഔട്ടായി ആദ്യ ആഴ്ചയിൽ തന്നെയായിട്ട്. അതൊരു പ്രത്യേകമായ നേട്ടം തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾക്ക്. അടുത്ത OTT ഒരു സീരീസിന്റെയാണ്. നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഏറ്റവും പുതിയൊരു സീരീസ് ആണ് ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ സഫദ് സാഗർ എന്ന് പറഞ്ഞ സിനിമ. ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷയിൽ അവൈലബിൾ ആണ്. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ച ഈ വർഷം തിയേറ്റർ റിലീസിൽ വന്ന മലയാള സിനിമയാണ് നമ്മുടെ ചിന്ന ചിന്ന ആസ എന്ന സിനിമ. ജൂലൈ 28-ാം തീയതിയാണ് പടം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി. അതും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളാണ് സിനിമ OTT റിലീസിൽ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഇന്ദ്രൻ സെറ്റിന്റെ നമ്മുടെ ചിന്ന ചിന്ന ആസ എന്ന മലയാള സിനിമയ്ക്ക്. ബോക്സ് ഓഫീസിൽ സിനിമ ഒരു ഫ്ലോപ്പ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. മറ്റൊരു മലയാള സിനിമയാണ് ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ചിദംബരം സംവിധാനത്തിൽ വന്ന സിനിമയാണ് ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ OTT അവകാശം ZEE5 ആണ് മേടിച്ചത്. ZEE5-ല് ഈ വരുന്ന ജൂലൈ 31-ാം തീയതി സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ പടം OTT റിലീസിന് പോവുകയാണ്. ഒരു ഹിറ്റ് തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. മറ്റൊരു ടൊവിനോ തോമസ് സിനിമയാണ് ബോക്സ് ഓഫീസിൽ. ഡിസാസ്റ്റർ തന്നെയാണ് ടൊവിനോന്റെ പള്ളിച്ചട്ടമ്പി സിനിമ കാഴ്ചവെച്ചത്. എന്തായാലും പടം നിലവിലെ ജൂലൈ 24-ാം തീയതി OTT റിലീസിന് പോവുകയാണ് നമ്മുടെ സോണി ലിവില്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ സിനിമ അവൈലബിൾ ആണ് സോണി ലിവില് ജൂലൈ 24-ാം തീയതി. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പള്ളിച്ചട്ടമ്പി സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ സൂപ്പർ ഗേൾ സിനിമേന്റെയാണ്. യാതൊരു പുതുമയില്ലാതെ പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയാണ് DC യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ സൂപ്പർ ഗേള്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ സിനിമ വാഷ് ഔട്ട് ആയിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വലിയ രീതിയിൽ പ്രത്യേകതയൊന്നുമില്ല. കഥയില് ഒരു പുതുമയില്ല. ഒരു ക്ലീഷേ ടോപ്പിക് തന്നെയാണ്, അല്ലെങ്കിൽ ക്ലീഷേ പ്ലോട്ടാണ്. എന്തായാലും ഡിജിറ്റൽ പ്രീമിയർ ജൂലൈ 28-ാം തീയതിയാണ് ആമസോൺ പ്രൈം, ആപ്പിൾ TV, അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ, വീഡിയോ ആപ്പിലൂടെയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ OTT സിനിമ വാർത്തകൾക്കായിട്ട്. പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ. നിങ്ങൾ കാത്തിരിക്കുന്ന OTT സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.